ദൈവരാജ്യത്തിൽ കോംപ്രമൈസ് ഇല്ല. ದೇವರ ರಾಜ್ಯದಲ್ಲಿ ಕಾಂಪ್ರಮೈಸ್ ಇಲ್ಲ. കോംപ്രമൈസ് അറിയോ? ഓക്കെ, കോംപ്രമൈസ് ഇല്ല. ಕಾಂಪ್ರಮೈಸ್ ಇಲ್ಲ. ഓക്കെ, ഞാൻ ഇന്ന് പകുതി ചെയ്യാം, നാളെ ബാക്കി ചെയ്യാം, ഇന്ന് കാൽഭാഗം ചെയ്യാം, മറ്റന്നാൾ അരഭാഗം ചെയ്യാം, അങ്ങനെയല്ല. ಇವತ್ತು ಸ್ವಲ್ಪ ಮಾಡ್ತೇನೆ, ಮತ್ತೆ ನಾಳೆ ಸ್ವಲ್ಪ ಮಾಡ್ತೇನೆ, ಹಾಗೆಲ್ಲ ಆಗುದಿಲ್ಲ. കർത്താവിന് പൂർണ്ണമായിട്ട് നീ കൊടുത്താൽ കർത്താവിനെ പൂർണ്ണമായിട്ട് കർത്തൃക നിന്നെ പൂർണ്ണമായി വിട്ടത് കർത്തൃക പൂർണ്ണമായി അനുഗ്രഹിച്ചിട്ടാണ്. കുറച്ച് പാപം ചെയ്യാം, കുറച്ച് പ്രാർത്ഥിക്കാം, അതാണ് കോംപ്രമൈസ്. ಸ್ವಲ್ಪ ಭಾಗದ ಅವಸರದಲ್ಲಿ ಸ್ವಲ್ಪ ಭಾಗ ಮಾತ್ರ ನಾವು ಪ್ರಾರ್ಥಿಸುವುದು ಕಾಂಪ್ರಮೈಸ್ ಅಂತ ಕರೆಯುತ್ತೇವೆ. പാപ സാഹചര്യങ്ങളെ മുഴുവനും വിട്ട് ദൈവത്തിന് മാത്രം നോക്കുക. ಪಾಪದ ಸಂದರ್ಭಗಳನ್ನು ಸಂಪೂರ್ಣವಾಗಿ ತ್ಯಜಿಸಿ ದೇವರಿಗೆ ನಮ್ಮ ಸಂಪೂರ್ಣವಾಗಿ ಕೊಡಬೇಕು. എൻ്റെ മനസ്സിലേക്കൊരു കഥ, സ്റ്റോറി കടന്നു വരികയാണ്. ನನ್ನ ಮನಸ್ಸಿಗೆ ಒಂದು ಕಥೆ ಆಗುತ್ತದೆ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. ಎಲ್ಲರೂ ಗಮನ ಕೊಡಬೇಕು, ಸರಿಯಾಗಿ ശ്രദ്ധിಸಬೇಕು. നമ്മൾ പലപ്പോഴും വിചാരിക്കും എന്തുകൊണ്ട് എൻ്റെ വിടുതൽ, രോഗസൗഖ്യം, അനുഗ്രഹം വരുന്നില്ല എന്ന് വിചാരിക്കും. ನಾವು ಅನೇಕ ಸಾರಿ ಹೀಗೆ ಯೋಚನೆ ಮಾಡ್ತೇವೆ, ಯಾಕೆ ನನಗೆ ಒಂದು ಸರಿಯಾಗಿ ರೋಗ ಸೌಖ್ಯ ಸಿಗುತ್ತಾ ಇಲ್ಲ ಎಂದು. കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്തു, ಕಾದು 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 ನಮಗೆ ಸಾಕಾಗುವುದು. വർഷങ്ങളോളം പ്രാർത്ഥിച്ചു, ವರ್ಷಗಳಿಂದ ನಾವು ಪ್ರಾರ್ಥಿಸಬಹುದು, എന്നിട്ടും ഒരു രക്ഷയില്ല. ಆದರೂ ಏನು ಬಿಡುಗಡೆ ನಮಗೆ ಸಿಗುತ್ತಾ ಇಲ್ಲ. ഒരു രക്ഷയില്ല. ಯಾವುದೇ ರಕ್ಷಣೆ ಸಿಗ್ತಾ ಇಲ್ಲ. വിടുതലില്ല, ಬಿಡುಗಡೆ ಇಲ್ಲ, രോഗസൗഖ്യമില്ല, ರೋಗ ಸೌಖ್ಯವಿಲ್ಲ, അനുഗ്രഹമില്ല, ಅನುಗ್ರಹವಿಲ್ಲ, ഒന്നുമില്ല. ಏನೂ ಇಲ್ಲ. പ്രയാസപ്പെട്ടിരിക്കുക. ಇದರಿಂದ